നമസ്കാരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർന്നു എന്നുള്ളത് വാർത്ത ഇന്നലെ പ്രേക്ഷകരുമായി തത്വമേ ന്യൂസ് പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഋതപത്ര ബാനർജിയുടെ നേതൃത്വത്തിൽ 54 തൃണമൂൽ കോൺഗ്രസ് MLA-മാർ നിയമസഭയിൽ തന്നെ പ്രത്യേകം ഒരു ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ഋതപത്ര ബാനർജിയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി നിയമസഭാ സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി പ്രാദേശിക തലത്തിലെങ്കിലും, പ്രാദേശികമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൈവിട്ടു പോയിരിക്കുന്നു. പിന്നീട് ബാക്കിയുള്ളത് ഏതാണ്ട് 20-ന് മേൽ MP-മാരുള്ള ലോക്സഭ ഒരു കേന്ദ്ര രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ രാജ്യവ്യാപകമായി തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നു എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയമാണ്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ മേൽ മമതാ ബാനർജിയുടെ പിടിയയയുകയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 20ഓളം MP-മാർ, ലോക്സഭയിൽ ഏതാണ്ട് 20 MP-മാരുണ്ട്, രാജ്യസഭയിൽ ഏതാണ്ട് 13ഓളം MP-മാരുണ്ട്. അവർക്ക് 20 തൃണമൂൽ കോൺഗ്രസ് MP-മാരെങ്കിലും BJP-യുമായിട്ട് ബന്ധപ്പെടുന്നു. ലോക്സഭയിൽ 28ഉം രാജ്യസഭയിൽ 13ഉം. ഇതാണ് തൃണമൂൽ കോൺഗ്രസ് MP-മാരുടെ ഒരു സംഖ്യ. അതിൽ തന്നെ 20 MP-മാർ ഇപ്പോൾ BJP-യുമായിട്ട് ആശയവിനിമയം നടത്തുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ 20 MP-മാരിൽ എത്ര പേർ ലോക്സഭയിൽ നിന്നാണ്, എത്ര പേർ രാജ്യസഭയിൽ നിന്നാണ്? വീണ്ടും കണക്കൊന്ന് പറയുന്നു. ലോക്സഭയിൽ 28 MP-മാർ, രാജ്യസഭയിൽ 13 MP-മാർ. ഇതിൽ എത്ര പേർ BJP-യുമായിട്ട് ആശയവിനിമയം നടത്തുന്നു എന്ന് ചോദിച്ചാൽ 20 പേരെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. അതിൽ എത്ര പേർ ലോക്സഭ, എത്ര പേർ രാജ്യസഭ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വ്യക്തമാകാം. എന്തായാലും ആത്യന്തികമായി സംഗതി ഇത്രയേ ഉള്ളൂ. തൃണമൂൽ കോൺഗ്രസിൻ്റെ മേൽ പൂർണ്ണമായും തന്നെ മമതയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ 20 MP-മാർ, 33 പേരുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് മുഴുവൻ കണക്കെടുത്താൽ. ആ 33 പേരിൽ 20 പേർ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മാറുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗൗരവം പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. മമതാ ബാനർജിയുടെ ഈ ഒരു പിടി അയഞ്ഞതിനുള്ള കാരണം അന്വേഷിച്ച് ഒരുപാട് ദൂരമൊന്നും പോകേണ്ട, ഒരുപാട് കൂലങ്കുഷമായൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ബംഗാളിൻ്റെ ഒരു ചരിത്രം അതാണ്. ഏകാധിപതികളായി ഭരിച്ചിരുന്ന എല്ലാ ഭരണാധികാരികളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമെടുത്താൽ ജ്യോതി ബസു അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ അതുപോലുള്ള വ്യക്തികളല്ല, ആ പാർട്ടി തന്നെയായിരുന്നു ഏകാധിപതി. അത്തരത്തിലുള്ള ഭരിച്ചിരുന്ന എല്ലാവരും ഒടുവിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസിതരാകുമ്പോൾ വല്ലാത്തൊരു പതനത്തിലേക്ക് പോയ ചരിത്രമേ പശ്ചിമ ബംഗാളിനുള്ളൂ. അതും രാഷ്ട്രീയമായി ഇല്ലാതായിപ്പോയൊരു ചരിത്രമേ പശ്ചിമ ബംഗാളിനുള്ളൂ. അവരുടെ പാർട്ടിയിൽ അവരുടെ ഒപ്പം നിന്ന് അവരുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കുടപിടിച്ച് സ്വയമായി കൊള്ളരുതായ്മകൾ ചെയ്തു വന്നിരുന്ന ആളുകൾ തന്നെ, അണികൾ തന്നെ ഇവരെ ഓടിച്ചിട്ടടിക്കുന്ന, തെരുവിൽ ശാരീരികമായി തന്നെ ഓടിച്ചിട്ടടിക്കുന്ന, ഇപ്പോൾ കല്യാൺ ബാനർജിയും അഭിഷേക് ബാനർജിയും എല്ലാം തെരുവിൽ നടന്നു വാങ്ങുന്ന ഈ അടികൾ എല്ലാം ചരിത്രത്തിൻ്റെ പുനരാവർത്തനം മാത്രമാണ്. അവരുടെ കൂടെ നിന്നിരുന്ന അണികൾ മുൻപ് കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നോ അതുപോലെ തന്നെയാണ് അവരുടെ കൂടെ നിന്ന അണികൾ ഇപ്പോൾ അവരെയും കൈകാര്യം ചെയ്തിരുന്നത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൈകാര്യം ചെയ്തിരുന്ന തൃണമൂൽ കോൺഗ്രസ് അണികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്നവരല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയുടെ, അല്ലെങ്കിൽ ജ്യോതി ബസുവിൻ്റെ മരണശേഷമോ അല്ലെങ്കിൽ ജ്യോതി ബസുവിൻ്റെ ഒരു തളർച്ചയ്ക്ക് ശേഷമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെരിവ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇടിവ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നവർ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുവാൻ. അങ്ങനെ വന്ന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നവർ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ തെരുവിൽ മർദ്ദിച്ചത്. അതേ ആളുകൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാരെ തെരുവിൽ മർദ്ദിക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അഭിഷേക് ബാനർജിക്ക് നേരെ ചീമുട്ട എറിഞ്ഞതും അദ്ദേഹത്തെ മർദ്ദിച്ചതും എല്ലാം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അത്തരത്തിലുള്ളൊരു ആത്മരോഷ പ്രകടനമൊന്നുമല്ല, നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. നിലനിൽപ്പിൻ്റെ ഗുണ്ടകളുടെ ഒരു പ്രവർത്തന രീതി തന്നെ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP വളരെ കൃത്യമായി സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായ തീരുമാനമെടുത്തിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കളോ അടുത്ത ഒരു വർഷത്തേക്ക് BJP-യിൽ ചേരുക എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം ഇവരുടെ പേരിൽ എത്ര കേസുകളുണ്ട്, ഇവരുടെയൊക്കെ പ്രവർത്തന രീതികൾ എന്തായിരുന്നു, എത്രത്തോളം BJP RSS കാര്യകർത്താക്കളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഇവർ ഭീഷണിയായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു കണക്കെടുപ്പ് നടത്തി അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ കൃത്യമായി നേരിട്ടെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഉൾപ്പെടാത്തവരെ BJP-യിൽ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനത്തിലെത്തിയുള്ളൂ. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഥിതിഗതികൾ ഒരല്പം വ്യത്യസ്തമാണ്. കാരണം ഒരു കണക്കുകളുടെ കളി നടക്കുമ്പോൾ ഇപ്പോൾ BJP-ക്ക്
ഈ 20 എംപിമാരുടെ ഒരു പിന്തുണ എന്നുള്ളത് അത്യാവശ്യം ഗണ്യമായൊരു പിന്തുണ തന്നെയാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഭൂരിപക്ഷം എന്നുള്ളൊരു സംഖ്യ അതിലെത്തിച്ചേരുക, ഒരു 273 എംപിമാരുടെ ഒരു പിന്തുണ നേരിട്ടെങ്കിലും ലോക്സഭയിലുണ്ട് എങ്കിൽ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നരേന്ദ്രമോദി സർക്കാരിന് അത് സഹായകരമാവും. ഇത് രാഷ്ട്രീയമാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് ഭാരതത്തിന് ഗുണകരമായൊരു കാര്യമെന്ന് പറയുന്നത് ശക്തമായ തീരുമാനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ എടുക്കുമ്പോൾ എന്നും അത് ഭാരതത്തിന് ഗുണകരമായേ ഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ കോൺഗ്രസ് സർക്കാരിനെ പോലെ ഒരു പ്രത്യേക കുടുംബത്തിന്, വ്യാജ ഗാന്ധി കുടുംബത്തിന് മാത്രം ഗുണകരമായി ഭവിക്കുന്ന ഒരു തീരുമാനം അല്ല നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിനൊരാവശ്യമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കിലെ കളിയിൽ ഈ പശ്ചിമ ബംഗാളിൽ സംസ്ഥാന നേതൃത്വം എടുത്തൊരു കടുത്ത തീരുമാനം ദേശീയ തലത്തിൽ BJP നേതൃത്വം എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ 20 എംപിമാർ ഒരുപക്ഷെ BJPയിൽ ചേരുകയും അടുത്ത തുടർ നടപടിയായി കൂടുതൽ എംപിമാർ BJPയിലേക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വരികയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മമതാ ബാനർജി എന്ന രാഷ്ട്രീയക്കാരി ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ, മമതാ ബാനർജിയുടെ കാര്യമായതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നാളെയുള്ള ഈ പാറ്റ പാർട്ടിയുടെ അലമ്പുണ്ടല്ലോ, ഡൽഹിയിൽ അവർ പദ്ധതിയിട്ടിരിക്കുന്ന അലമ്പ്, അതിലുൾപ്പെടെയുള്ള ഒരു പങ്കാളിത്തം മമതാ ബാനർജി ചിലപ്പോൾ കയ്യിലെടുത്തേക്കും. ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രദർശനപരതയിലൂടെ മാധ്യമങ്ങളുടെ മുമ്പിലെത്തി താനിപ്പോഴും ഒരു പ്രസക്തയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം മമതാ ബാനർജിയെ സംബന്ധിച്ചിപ്പോൾ വളരെ വലുതാണ്. കാരണം ശാരീരികമായും മാനസികമായും രാഷ്ട്രീയമായും ഇത്രയധികം ക്ഷീണിച്ചൊരു നേതാവ് ഇന്ന് ഭാരതത്തിലില്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ MK സ്റ്റാലിൻ പോലും അത്രയും ഒരു ക്ഷീണിതനല്ല. കാരണം DMK എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു വേര് തമിഴ്നാട്ടിൽ ഓടിയിരിക്കുന്നത് വളരെ ആഴത്തിലാണ്. 68 വർഷങ്ങളായുള്ള വേരോട്ടമാണത്. ആ വേരോട്ടം ഇപ്പോഴും പ്രാദേശിക തലങ്ങളിൽ ഒരു പാർട്ടിയുടെ ഒരു സംവിധാനമുണ്ടല്ലോ, ഒരു യന്ത്ര സംവിധാനം, യന്ത്രം പോലെ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ശക്തം തന്നെയാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടു, വലിയ പരാജയം നേരിട്ടു, ദയനീയമായ പരാജയം നേരിട്ടു, ഇതെല്ലാം വാസ്തവം തന്നെയാണ്. പക്ഷേ DMKയ്ക്ക് ഒരു തിരിച്ചുവരവ് ഇപ്പോഴും സാധ്യമാണ് തമിഴ്നാട്ടിൽ. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥിതിഗതികൾ അത്ര ആശാസ്യമല്ല. അതുകൊണ്ട് തന്നെ മമത വലിയ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ആ കടുത്ത നടപടി എന്തായിരിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഈ പാറ്റകളെപ്പോലുള്ളവരെ പിന്തുണയ്ക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിൽ സ്വന്തമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്കാണോ എന്നുള്ള ആശങ്കയിലാണ് മമതയുടെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ. കാരണം പാറ്റകളെ പിന്തുണച്ചാൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. സ്വന്തമായി ദ്രോഹം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ശാരീരിക ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കടുത്ത തീരുമാനമാണെങ്കിൽ അതും ദുഃഖകരമാണ് അവരെ സംബന്ധിച്ച്. മമതയുമായി അടുത്ത് എത്ര പേരുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. മഹുവ മൈത്ര ഉണ്ടെന്ന് മഹുവ മൈത്ര ഈ അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെറിക് ഒബ്രയനൊക്കെ ഉണ്ടോ എന്നുള്ളത്, ഇവരൊക്കെ ആരാണ് എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവും. പക്ഷേ വലിയ തീപ്പൊരി നേതാക്കളായിരുന്നു ഒരു കാലത്ത് വരെ. മഹുവ മൈത്രയെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഡെറിക് ഒബ്രയൻ ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയെ അപഹസിക്കുന്ന, അസഭ്യം പറയുന്ന ഒരു ശശി തരൂരിനേക്കാളും കടുത്ത ഭാഷയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നാക്കിൽ ശശി തരൂർ ഗോലിയാണ് ഇട്ട് ഉരുട്ടുന്നതെങ്കിൽ ക്രിക്കറ്റ് ബോൾ ഇട്ട് ഉരുട്ടുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡെറിക് ഒബ്രയൻ. സാമൂഹ്യ മാധ്യമങ്ങളിലും തിരഞ്ഞാൽ ഈ വ്യക്തിയുടെ ചില ലീലാവിലാസങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ കാണുവാൻ സാധിക്കും. അവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന് പോലും അറിയില്ല. സാഗരിക ഘോഷ്, രാജ്ദീപ് സർദേശായിയുടെ പത്നി, നിശബ്ദയാണ്. എന്താണ് ഇവരുടെയൊക്കെ അടുത്ത ചുവടുവെപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ച് മമതാ ബാനർജിക്ക് തന്നെ ആശങ്കയുണ്ട്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ മമതയോട് അടുത്ത ആരെങ്കിലും ബാക്കിയുള്ള അടുത്ത വൃത്തങ്ങൾക്ക് ഇല്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഗതിവിധികൾ തിരിയുന്ന വഴി എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങൾ വരും ദിവസങ്ങളിൽ കൃത്യമായും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. പക്ഷേ പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് തത്വമയി ന്യൂസിന് സബ്സ്ക്രിപ്ഷൻ ഒന്ന് നോക്കുക. കാരണം പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നാണ് യൂട്യൂബ് അനലറ്റിക്സ് നമ്മളോട് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. തന്നെയുമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അങ്ങനെ മാത്രമേ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.